ഹായ് മക്കളെ, നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയിലുള്ള ഒരു ഭാഗമാണ് ഇനോർഗാനിക് കെമിസ്ട്രി. ആ ഇനോർഗാനിക് കെമിസ്ട്രി തന്നെ നല്ലൊരു വെയിറ്റേജുള്ള ടോപ്പിക്കാണ് കോർഡിനേഷൻ കെമിസ്ട്രി. കോർഡിനേഷൻ കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലപോലെ ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണ്. ഒന്ന് വാലൻസ് ബോണ്ട് തിയറിയും മറ്റൊന്ന് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഈ ഒരു 20 മിനിറ്റ് വീഡിയോയിൽ CFTയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. CFTയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ CFTയിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G EG എന്നുള്ള കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുന്നത്. അത് ലോ ഫീൽഡ്, അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആകുമ്പോൾ, അതേപോലെ വീക്ക് ഫീൽഡ് ലിഗൻഡ് ആകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കാനുണ്ട്. അതേപോലെ പിന്നെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷനായ കളർ ഓഫ് ദി കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ കളറിനെ കുറിച്ചും CFT വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ CFTയിൽ മെയിനായിട്ട് പഠിക്കേണ്ട 2 ടോപ്പിക്കാണ് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങും അതേപോലെ ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങും. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. അതിന്ന് വരുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എവിടെ നിന്നാണോ വരുന്നത് ആ ഭാഗം കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാം. അപ്പോൾ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് നിങ്ങൾക്ക് അറിയലുണ്ടാകും. അതായത് പൊതുവെ ലിഗൻഡ് വരുന്നതിന് മുമ്പ് ഈ മെറ്റലിൻ്റെ 5 ഡി ഓർബിറ്റൽസിൻ്റെ എനർജി സെയിമാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. എനർജി സെയിം ആയിട്ടുള്ള ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റ് ഓർബിറ്റൽ. പക്ഷേ ലിഗൻഡ് വരുമ്പോൾ ആ ലിഗൻഡിൻ്റെ റിപ്പൾഷൻ കാരണമൊക്കെ ഒക്ടാഹെഡ്രൽ ആ ഡീജനറസ് എന്ത് ചെയ്തു പോകും, നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ നിങ്ങൾക്ക് ആ തിയറി അറിയലുണ്ടാകും. അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഡയറക്റ്റായിട്ട് വരികയാണ്, ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണ്. അതായത് 5 ഡി ഓർബിറ്റൽ 2 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എനർജി കുറവുള്ളതിനെ T2G സെറ്റ് എന്നും ഈ എനർജി കൂടുതലുള്ളതിന് നമ്മൾ എന്ത് വിളിക്കും, EG എന്ന് വിളിക്കും. T2G എന്ന് വെച്ചാൽ ട്രിപ്ലി ഡീജനറേറ്റ് എന്ന്. അതായത് ഈ 3 ഓർബിറ്റൽസിൻ്റെ എനർജിയും സെയിം ആയിരിക്കും, ട്രിപ്ലി ഡീജനറേറ്റ് എന്നും. ഇതെന്താ, ഡബിളി ഡീജനറേറ്റ്, ഈ 2 ഓർബിറ്റൽസിൻ്റെ എനർജി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ G എന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്ടാഹെഡ്രൽ അല്ലേ, ഒക്ടാഹെഡ്രലിന് സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടാവും. ഒരു ഒക്ടാഹെഡ്രൽ എന്ന് എടുക്കുമ്പോൾ ഇതാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ. ഇതൊരു സെൻറ്റർ ആണെങ്കിൽ ഇങ്ങോട്ട് ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബോണ്ട് ഉണ്ട്. മുകളിലോട്ടൊരു ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് നേരെ താഴോട്ടൊരു ബോണ്ട് ഉണ്ട്. ഇങ്ങോട്ടൊരു ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു സെൻറ്റർ ഫിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെന്ത് കൊടുക്കുന്നത്, G എന്ന് കൊടുക്കുന്നത് കേട്ടോ. സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ള കോംപ്ലക്സിനാണ് G എന്ന് കൊടുക്കുക. ടെട്രാഹെഡ്രലിന് G ഉണ്ടാവില്ല, കാരണം ടെട്രാഹെഡ്രലിൽ എന്തില്ല, സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എന്താ അറിയണം, പെയറിങ് നടക്കുമോ ഇല്ലേ എന്നറിയണം. ഫോർ എക്സാമ്പിൾ, ഒരു കോംപ്ലക്സ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അതിൻ്റെ കോൺഫിഗറേഷനെ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ CONH3 എന്നുള്ള കോംപ്ലക്സ് തരും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, കൊബാൾട്ട് 3+, ഓക്സിഡേഷൻ നമ്പർ എഴുതി വെക്കുക, കൊബാൾട്ട് 3+ൻ്റെ കോൺഫിഗറേഷൻ എന്താ, 3D6 ആണ്. അപ്പോൾ ആ 3D6ൻ്റെ എന്ത് ചെയ്യുക, കോൺഫിഗറേഷൻ എഴുതി വെച്ചാൽ മതി. അപ്പോൾ 3D6 ആകുമ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡും വരാം, വീക്ക് ഫീൽഡ് ലിഗൻഡും വരാം. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റലിൻ്റെ കോൺഫിഗറേഷൻ D1 ആണെങ്കിൽ ആ ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ, ആ ഒരു ഇലക്ട്രോൺ ഇവിടെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. അത് വീക്ക് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഇവിടെ തന്നെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താ, T2G1 EG0. EG ഇലക്ട്രോൺ ഇല്ല. ഇവിടെയോ T2G1 EG0. ഇനിയിപ്പോൾ D2 ആണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഫില്ല് ചെയ്യോടാ, ഇങ്ങനെ ഫില്ല് ചെയ്യോ, ഇല്ല. നിങ്ങൾ പഠിച്ചതാണ് എന്ത്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എനർജി സെയിം ആയിട്ടുള്ള ഓർബിറ്റലുകളാണെങ്കിൽ ഓരോന്നിനും ഓരോന്ന് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ 2 ഇലക്ട്രോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെയും ഫില്ല് ചെയ്യും. അപ്പോൾ T2G2 EG0. വീക്ക് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിലും T2G2 EG0. അപ്പോൾ D1ഉം D2 ആണെങ്കിൽ സ്ട്രോങ്ങിനും വീക്കിനും ഒരേ കോൺഫിഗറേഷനാണ്. ഇപ്പോൾ D3 ആണെങ്കിലോ T2G3, ഇവിടെ അങ്ങനെ തന്നെ T2G3 EG0. 4 വരുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. 4 വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. D4 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ, അതായത് 4ാമത്തെ ഇലക്ട്രോൺ വേണമെങ്കിൽ മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ 4ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ എന്ത് ചെയ്യാം, പെയർ ചെയ്യാം. കാരണം എനർജി സെയിം അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് നോക്കുക. ഈ T2Gയും EGയും തമ്മിലുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്, ΔO. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ എവിടെ, ഒക്ടാഹെഡ്രൽ. ഓക്കെ, അപ്പോൾ ഈ T2Gയും EGയും തമ്മിലുള്ള എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്, ΔO. കണ്ടാലറിയാം ഇവിടെ ΔO വളരെ കൂടുതലല്ലേ, ഇവിടെ ΔO എന്താ, കുറവല്ലേ. അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും എനർജി എന്ത് ചെയ്യണം, അയാൾക്ക് കിട്ടണം. പക്ഷെ അതിനേക്കാൾ നല്ല അയാൾക്ക് എന്ത് ചെയ്യുന്ന, ഇവിടെ പെയർ ചെയ്യാൻ എനർജി വേണം. കാരണം എന്താ, ഒരു ഓർബിറ്റിൽ ആൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്,
ഇനി അങ്ങോട്ട് വീണ്ടും ഒരു ഇലക്ട്രോൺ വരുമ്പം ഇലക്ട്രോൺ തമ്മിൽ എന്തുണ്ടാവും? സെയിം ചാർജ് ആയതുകൊണ്ട് റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ ഓവർകം ചെയ്ത് ഇവിടെ ഒരാൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി വേണം. ആ എനർജി വിളിക്കുന്ന പേരാ പെയറിങ് എനർജി. പക്ഷെ കമ്പയർ ചെയ്യുമ്പം 4ാമത്തെ ഇലക്ട്രോൺ മുകളിലോട്ട് പോകാൻ വേണ്ട എനർജിയേക്കാളും കുറവ് മതിയാകും പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റൂല, കാരണം ഇത്രയും എനർജി കിട്ടണം. അപ്പം 4ാമത്തെ ആൾ എന്ത് ചെയ്യും? ഇവിടെ പെയർ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കിക്കേ, ആ ഡെൽറ്റ ഒ, ഈ ഒരു എനർജി ഗ്യാപ്പ് വളരെ കുറവല്ലേ? കുറച്ച് എനർജി കിട്ടിയാൽ തന്നെ 4ാമത്തെ ആൾക്ക് കൂളായിട്ട് അങ്ങോട്ട് ചാടിപ്പോകാം, മുകളിലോട്ട് ചാടിപ്പോകാം. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്താ? ഇവിടെ ഡെൽറ്റ ഒ വളരെ കുറവാണ്. എന്തിനേക്കാളും? പെയറിങ് എനർജിയേക്കാളും. പെയർ ചെയ്യാൻ എനർജി കൂടുതൽ വേണ്ടി വരും, അതുകൊണ്ട് പെയർ ചെയ്യൂല. പെട്ടെന്ന് മുകളിലോട്ട് എന്ത് ചെയ്യും? അത്രയും എനർജി കിട്ടിയാൽ തന്നെ അയാൾക്ക് കൂളായിട്ട് മുകളിലോട്ട് ചാടിപ്പോകാൻ പറ്റലുണ്ടാവും. പക്ഷെ ഇവിടെ ഡെൽറ്റ ഒ വളരെ കൂടുതലാണ്, ഈ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അപ്പം 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? 4ാമത്തെ ആൾ പെയർ ചെയ്യാൻ അത്ര എനർജി വേണ്ടി വരില്ല. 4ാമത്തെ ആൾ എന്ത് ചെയ്യും? പെയർ ചെയ്യും. അപ്പം സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് പെയർ ചെയ്യാൻ കാരണം ഈ ഡെൽറ്റ ഒ കൂടുതലായതുകൊണ്ടാണ്. വീക്ക് ഫീൽഡ് ലിഗൻഡ് പെയർ ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം ഈ ഡെൽറ്റ ഒ കുറവായതുകൊണ്ടാണ്. അപ്പോൾ പെയറിങ് നടക്കണോ വേണ്ടതെന്ന് ശരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ ഒരു എനർജി ഗ്യാപ്പാണ്. ഈ എനർജി ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ പെയറിങ് നടക്കും, 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റൂല. ഈ എനർജി ഗ്യാപ്പ് കുറവാണെങ്കിൽ 4ാമത്തെ ആൾക്ക് കൂളായിട്ട് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. അതുകൊണ്ട് പെയറിങ് നടക്കില്ല, ഇവിടെ പെയറിങ് നടക്കും. അതാണ് കൺസെപ്റ്റ്. ചില സമയത്ത് ക്ലോറിൻ വരുന്ന സമയത്ത് വരെ പെയറിങ് നടക്കുന്ന കേസ് ഉണ്ട് അല്ലേ? പ്ലാറ്റിനത്തിൻ്റെ കൂടൊക്കെ വീക്ക് ഫീൽഡ് ലിഗൻഡായ ക്ലോറിൻ വന്നാലും പെയറിങ് നടക്കും. അതിൻ്റെ കാരണം എന്താ? ഒരു ലിഗൻഡ് സ്ട്രെങ്ത് മാത്രം നോക്കിയിട്ടല്ല ഈ ഗ്യാപ്പ് തീരുമാനിക്കുന്നത്. മെറ്റൽ ഏതാന്നൊക്കെ നോക്കണം. പ്ലാറ്റിനം പല്ലേഡിയൊക്കെ 45D സീരീസിലുള്ള മെറ്റലാണ്. ഈ 45D സീരീസിലുള്ള മെറ്റലിൻ്റെ CFSE ഗ്യാപ്പ് പൊതുവെ കൂടുതലായിരിക്കും. പിന്നെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ഒക്കെ ആണെങ്കിൽ അവിടെ വീക്ക് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, പൊതുവെ എല്ലാവരും സ്ട്രോങ് ആണ്. അപ്പോൾ ലിഗൻ്റെ സ്ട്രെങ്ത് മാത്രമല്ല നോക്കുക, ആക്ച്വലി ഫൈനലായിട്ട് നോക്കേണ്ട കാര്യം ഈ CFSE ഗ്യാപ്പാണ്. ഈ ഒരു ഡെൽറ്റ, ഈ ഗ്യാപ്പ് T2G മീച്ചും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണെങ്കിൽ എന്തായാലും പെയറിങ് നടക്കും. അപ്പം ക്ലോറിൻ എന്നുള്ള വീക്ക് ഫീൽഡ് ലിഗൻഡ് വന്നാൽ പോലും പ്ലാറ്റിനം പല്ലേഡിയം സീരീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പൊതുവേ ഈ CFSE ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വീക്ക് ഫീൽഡ് ലിഗൻഡ് വന്നിട്ടും ചില കേസിൽ പെയറിങ് നടക്കാൻ കാരണം. അപ്പോൾ പെയറിങ് നടക്കണമെന്ന് നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു എനർജി ഗ്യാപ്പാണ്. ആ കാര്യം പഠിച്ചു വെക്കുക. ഏത് കോൺഫിഗറേഷനും പറഞ്ഞൂടെ? അപ്പോൾ D4 സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് എന്താ? T2G4 EG0. D4 വീക്ക് ഫീൽഡ് ലിഗൻഡ് എന്താ? T2G3 EG1. ഇപ്പോൾ D5 ആണെങ്കിലോ ഒന്നും കൂടി ഇവിടെ ഫില്ല് ചെയ്യുക. ഇവിടെ D5 ആണെങ്കിലോ ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പം T2G5 EG0. ഇവിടെയോ T2G3 EG2. D6 ആണെങ്കിലോ ഒരു ഇലക്ട്രോൺ കൂടി ഫില്ല് ചെയ്യുക. അപ്പം എന്താ? T2G6 EG0. വീക്ക് ഫീൽഡ് ലിഗൻഡ് ആകുമ്പോഴോ ഇനി ഇവിടെ ഓപ്ഷൻ ഇല്ലല്ലോ, ഇനി 6ാമത്തെ ആൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? വരും. അപ്പം എന്താ കോൺഫിഗറേഷൻ? T2G4 EG2. ഇനി D7 ആകുമ്പോഴോ ഇവിടെ ഫില്ല് ചെയ്യാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ. അപ്പോൾ T2G6 EG1. ഇവിടെ ആകുമ്പോഴോ ഇവിടെ ഒന്നും കൂടിയും വരും, T2G5 EG2. D8 ആകുമ്പോഴോ ഒന്നും കൂടിയും ഫില്ല് ചെയ്യും, T2G6 EG2. ഇവിടെ D8 ആകുമ്പോഴോ T2G6 EG2. അപ്പം D1 D2 D3യും D8 D9 D10ഉം അത് സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിലും വീക്ക് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. D4 D5 D6 D7 അത് സ്ട്രോങ്ങിന് വേറെയും വീക്കിന് വേറെ തന്നെ കോൺഫിഗറേഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഡൗട്ടില്ലല്ലോ? അപ്പോൾ ആ കാര്യം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ കോൺഫിഗറേഷൻ ഏതിൻ്റെ എഴുതാൻ പറ്റണേ? അപ്പോൾ ആ കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കേണ്ട കാര്യം എന്താ? മാഗ്നറ്റിക് മൊമെൻറ്റാ. മക്കൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്താ? നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ പറഞ്ഞേ. √n × n+2 അല്ലേ? അതായത് ഈ n എന്താ? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ ഏതും ചോദിച്ചോട്ടെ. ഫോർ എക്സാമ്പിൾ D3 ആണെന്ന് വിചാരിച്ചു. D3 ആകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുക? അത് സ്ട്രോങ് ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ, D3 എങ്ങനെയാടാ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ? 1 2 3. അപ്പോൾ 3 അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടി. D4 ആകുമ്പോൾ ശ്രദ്ധിക്കണം, സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിൽ ആ ഗ്യാപ്പ് കൂടുതലായിരിക്കും. ആ ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് 4ാമത്തെ ആൾ പെയർ ചെയ്യും. അപ്പോൾ ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. എത്ര അൺപെയർഡ് ഇലക്ട്രോൺ? 2. അപ്പം ഇവിടെ എന്ത് കൊടുത്താൽ മതി? 2 എന്ന് കൊടുത്താൽ മതി. ഇനിയിപ്പം D4 വീക്ക് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിലോ? D4 വീക്ക് ഫീൽഡ് ലിഗൻഡ് എന്ന് പറയുമ്പം എനർജി ഗ്യാപ്പ് വളരെ കുറവല്ലേ? അപ്പോൾ 1 2 3 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് പോകും. അപ്പോൾ 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ 4 എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റും കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ?
അപ്പോൾ അടുത്ത രണ്ടാമത്തെ ടൈപ്പ് കിട്ടി. അപ്പോൾ ഒരു ചോദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വീക്ക് ഫീൽഡ് ലിഗൻഡിലും എഴുതാൻ പറ്റണം, സ്ട്രോങ് ഫീൽഡ് ലിഗൻഡിലും എഴുതാൻ പറ്റണം. അടുത്തത് എന്താ, മാഗ്നറ്റിക് മൊമെന്റ് എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ പറ്റണം. അതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോണിന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഈക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്തൊരു ടോപ്പിക്കാണ് എന്ത്, കളർ ഓഫ് ദി കോർഡിനേഷൻ കോമ്പൗണ്ട്. മക്കളെ കളർ ഓഫ് ദി കോർഡിനേഷൻ കോമ്പൗണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് പറ. ഒരാൾ കളർ കാണിക്കാനുള്ള കാരണം എന്താ ഒന്ന് പറഞ്ഞേ. ഒരാൾ കളർ കാണിക്കാൻ കാരണം എന്താ, അതായത് T2G സെറ്റിൽ 3 ഓർബിറ്റലുണ്ട്, EGയിൽ 3 ഓർബിറ്റലുണ്ട്. അപ്പോൾ T2Gയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്ന ലൈറ്റിൻ്റെ എനർജി ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ആ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്താൽ അയാൾക്ക് മുകളിലോട്ട് ചാടി പോവാൻ വേണ്ട എനർജി ഇത് ഇവിടെ ഉണ്ടെങ്കിൽ, ഈ വരുന്ന ലൈറ്റിലുണ്ടെങ്കിൽ അയാൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് അയാൾ മുകളിലോട്ട് എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. മുകളിൽ ഹൈ എനർജി ലെവലല്ലേ, ഹൈ എനർജി ലെവലിൽ ഇലക്ട്രോൺ നിൽക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ തിരിച്ച് താഴോട്ട് തന്നെ എന്ത് ചെയ്യും, ഇറങ്ങി വരും. തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പം അയാൾ എന്ത് ചെയ്യും, എനർജി എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണുകൊണ്ട് നമ്മളെ വിസിബിൾ റേഞ്ചിൽ വരുന്ന ഫ്രീക്വൻസി ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം കളർ കാണിക്കാനുള്ള കാരണം എന്താ, ഡ്യൂ ടു T2G നിൽക്കുന്ന ഇലക്ട്രോൺ EGയിലോട്ട് എക്സൈറ്റ് ചെയ്തത് കൊണ്ടാണ്, അത് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുന്നത് കൊണ്ടാണ്. അപ്പം DD ട്രാൻസിഷൻ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചോദ്യം വരിക, 3-4 കോംപ്ലക്സ് തന്നിട്ട് അവർ ചോദിക്കും, അവർ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് മാച്ച് ചെയ്യാൻ പറയും. അതുകൊണ്ട് വേവ് ലെങ്ത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും വീക്കാര H2O ആണ്, പിന്നെ വീക്കാര NH3 ആണ്, പിന്നെ വീക്കാര ഇതിൽ ഏറ്റവും സ്ട്രോങ്, ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്ട്രോങ് EN ആണ്, പിന്നെ NH3 ആണ്, പിന്നെ H2O ആണ്. ഇത് സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് എന്ന് പറയുമ്പോൾ പെയറിങ് നടക്കുന്നത് എന്നല്ലേ. പെയറിങ് നടക്കാൻ കാരണം എന്താ, CFSE ഗ്യാപ്പ് കൂടുതലായതുകൊണ്ടല്ലേ. CFSE ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കി, CFSE ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രോൺ DD ട്രാൻസിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഹൈ എനർജിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ. എടാ ഇങ്ങോട്ട് വരുന്ന ലൈറ്റിന് ഹൈ എനർജി ഉണ്ടെങ്കിലേ ഇവിടുത്തെ ഇലക്ട്രോൺ ആ ഹൈ എനർജി ബാരിയർ കടന്നു പോയിട്ട് മുകളിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം എനർജി ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ താഴെ നിൽക്കുന്ന ഇലക്ട്രോൺ മുകളിലോട്ട് EGയിലോട്ട് എക്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും എനർജിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ. അതായത് ഹൈ ഫ്രീക്വൻസിയിലെ ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹൈ വേവ് നമ്പറിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ലോ വേവ് ലെങ്ത്തിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ. കാരണം എന്താ, എനർജി ഈക്വൽ ടു Hν ഈക്വൽ ടു HC ന്യൂ ബാർ ഈക്വൽ ടു HC/λ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എനർജിയും ഫ്രീക്വൻസിയും വേവ് നമ്പറും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഇവ ഈ 3 വേവ് ലെങ്ത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ പഠിക്കേണ്ട കാര്യം എന്താ, അപ്പോൾ ഇത് ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുക, ഇതിൽ ഏറ്റവും സ്ട്രോങ് ഇയാളല്ലേ. അപ്പോൾ ഇവിടെയാണ് നല്ലപോലെ പെയറിങ് നടക്കുക. അതിൻ്റെ കാരണം ഇവിടെയാണ് CFS T2G EG തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതൽ. T2G EG തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാകുമ്പം DD ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഇലക്ട്രോൺ മുകളിലോട്ട് ചാടി പോകണം എന്നുണ്ടെങ്കിൽ ഹൈ എനർജിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ വേവ് നമ്പറിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ലോ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണം. അത് ലോ വേവ് ലെങ്ത് ഏതാ, ഇതല്ലേ. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് അതിനേക്കാളും കുറച്ച് വീക്കായി, പിന്നെ NH3 ഇല്ല. അപ്പോൾ 600 കഴിഞ്ഞിട്ട് പിന്നെ ലോ ഏതാ, 700 ആണ്. ഇതിൽ ഏറ്റവും വീക്ക് ഇയാളല്ലേ. അപ്പോൾ ഗ്യാപ്പ് വളരെ കുറവല്ലേ. ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് DD ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ T2G നിൽക്കുന്ന ഇലക്ട്രോൺ മുകളിലോട്ട് എക്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഫ്രീക്വൻസി, അല്ലെങ്കിൽ കുറച്ച് വേവ് നമ്പർ മതി. അതായത് കൂടുതൽ വേവ് ലെങ്ത്ത് വേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ ഈ വാല്യൂ ഞാൻ ചുമ്മാ എടുത്തൊരു ആർബിട്രറി വാല്യൂ ആണ്, അത് എക്സാക്റ്റ് വാല്യൂ ഒന്നുമല്ല. പക്ഷെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇനിയിപ്പോൾ നാളത്തെ നീറ്റിന് ചോദിക്കുന്ന ചോദ്യം ഈ ഫ്രീക്വൻസി ആണെങ്കിലോ, ഇതിപ്പോൾ ഫ്രീക്വൻസി ആണെന്ന് വിചാരിച്ചോ, ഫ്രീക്വൻസിൻ്റെ യൂണിറ്റിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എങ്ങനെ മാച്ച് ചെയ്യുക, ഇയാൾക്ക് ഹൈ എനർജി വേണം, ഹൈ ഫ്രീക്വൻസി വേണം, ഹൈ വേവ് നമ്പർ വേണം. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടേ മാച്ച് ചെയ്യണ്ടേ. അതായത് ഫ്രീക്വൻസി, എനർജി അല്ലെങ്കിൽ വേവ് നമ്പറൊക്കെ ചോദിക്കുകയാണെങ്കിൽ CFSE ഗ്യാപ്പ് കൂടുതൽ ആർക്കാണോ അവർക്കാണ് കൂടുതൽ വേണ്ടി വരിക. വേവ് ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണോ CFSE ഗ്യാപ്പ് കൂടുതൽ അവർക്ക് ലോ വേവ് ലെങ്ത് മതി. ആ കൺസെപ്റ്റ് മക്കൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ വരാം. ഓക്കെ ആണല്ലോ. അടുത്തത് ഞാനൊരു ഹിന്റ് തരാം. ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെ സ്പ്ലിറ്റിങ്, T2G EG ആണോ, അല്ലല്ലോ. താഴെ Eയും മുകളിൽ T2 അല്ലേ. എന്തുകൊണ്ട് അവിടെ G വരാത്തത്? കാരണം ടെട്രാഹൈഡ്രൽ എന്ന് പറയുമ്പം സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ലാത്ത ആളാണ്. അവിടെ ഇങ്ങോട്ടൊരു ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ബോണ്ട് ഉണ്ടോ, ഇല്ല. അപ്പോൾ സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ലെങ്കിൽ അവിടെ G കൊടുക്കണ്ട. ഗറൈഡ് എന്ന ജീൻ്റെ ഫുള്ള് അവിടെ G കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഇവിടെ G ഇല്ലാത്തത്. പിന്നെ ടെട്രാഹൈഡ്രൽ സ്പ്ലിറ്റിങ് പഠിച്ചിട്ടുണ്ടാവും, താഴെ 2ഉം മുകളിൽ 3 ആൾക്കാരും അല്ലേ. അപ്പോൾ ഇത് Eയും ഇത് T2 ആ. ഒരു കാര്യം കൂടി പഠിക്കണം, അതായത് ഡെൽറ്റ T ഈക്വൽ ടു 4/9 ഡെൽറ്റ ഔട്ട്. അതായത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഒക്ടാഹൈഡ്രലിൻ്റെ ഗ്യാപ്പ് ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചോ.
ഇത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു, അതിൻ്റെ 4/9 ഡെൽറ്റ ടിക്ക് ഉണ്ടാവുള്ളൂ. അതായത് ആ രണ്ട് ഡീജനറേറ്റ് ഓർബിറ്റൽസിൻ്റെ എനർജി ഗ്യാപ്പ് ഒക്ടാഹെഡ്രലിൻ്റെ കേസിൽ ഇത്ര ഉണ്ടെങ്കിൽ അതിൻ്റെ 4/9 ആർക്കുണ്ടാവുള്ളൂ? ടെട്രാഹെഡ്രൽ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, NCERT സെൻറ്റൻസ് ആണത്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആർ ജനറലി ഹൈ സ്പിൻ കോംപ്ലക്സ്. എന്തുകൊണ്ടാണ് ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയാൻ കാരണം? വൈ? അതാണ് ചോദ്യം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഞാൻ പറയണോ? എന്താ പെട്ടെന്ന് പറഞ്ഞേ? കാരണം നിങ്ങൾ പറഞ്ഞല്ലോ ഒക്ടാൽ സ്പ്ലിറ്റിംഗ് എത്രയാണോ അതിൻ്റെനേക്കാളും 4/9 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് ഒക്ടാലിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഗ്യാപ്പ് കുറവാണെങ്കിൽ 1, 2 അടുത്ത ആൾക്ക് കൂളായിട്ട് മുകളിലോട്ട് കയറിപ്പോകാം. പിന്നെ അടുത്ത ആൾ എന്ത് ചെയ്യുള്ളൂ? പെയറിങ് നടക്കുള്ളൂ. അതുകൊണ്ട് പൊതുവെ ഗ്യാപ്പ് കുറവായത് കൊണ്ട് മൂന്നാമത്തെ ഇലക്ട്രോൺ കൂളായിട്ട് മുകളിലോട്ട് കയറി പോകാൻ പറ്റുന്നത് കൊണ്ട് പൊതുവെ പെയറിങ് നടക്കാറില്ല. അതുകൊണ്ടാണ് ഇയാൾ എന്ത് വിളിക്കുന്നത്? ഹൈ സ്പിൻ കോംപ്ലക്സ്. NCERT സെൻറ്റൻസ് ആണ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആർ ജനറലി ഹൈ സ്പിൻ കോംപ്ലക്സ്. ആ പോയിന്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഒറ്റൊരു ഭാഗം കൂടിയും പറയാനുണ്ട്. അതായത് CFSE കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ CFSE ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ D5 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, അതായത് ഈ ഒരു ഭാഗം ഡെൽറ്റ O ആണെങ്കിൽ മുകളിലോട്ടുള്ളത് എത്രയാടാ? 0.6 ഡെൽറ്റ ഓയും താഴോട്ട് 0.4 ഡെൽറ്റ O കുറഞ്ഞു എന്നല്ലേ. അപ്പോൾ D1 ആണെന്ന് വിചാരിച്ചു, അതായത് ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ CFSE എന്താ? 1 × -0.4 എന്താ കിട്ടുക? -0.4 ഡെൽറ്റ O. ഡെൽറ്റ O എന്താണോ അതിൻ്റെ -0.4. ഇനിയിപ്പം ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ 2 × -0.4 ചെയ്താൽ മതി. അപ്പോൾ -0.8 ഡെൽറ്റ O. ഇനി 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ ഇവിടെ D3 ആണെങ്കിൽ 3 അല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 3 × -0.4 ചെയ്താൽ മതി. അതായത് എന്താ കിട്ടുക? 3 × -0.4 ചെയ്താൽ എന്താ കിട്ടുക? -1.2 ഡെൽറ്റ O കിട്ടും. ഇനിയിപ്പം സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് D4 ആകുമ്പോഴോ? സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് D4 ആകുമ്പം പെയറിങ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ പെയർ ചെയ്താൽ 4 × -0.4 -1.6 ഡെൽറ്റ O കിട്ടും. ഇനിയിപ്പോൾ D6 ഒക്കെ ആണെങ്കിലോ 6 × -0.4 അതായത് -2.4 ഡെൽറ്റ O കിട്ടും. ഇനി മുകളിലൊരു ഇലക്ട്രോണും കൂടി ഉണ്ടെങ്കിലോ? എടാ മുകളിലോട്ട് എനർജി 0.6 കൂടിയെന്നും താഴോട്ട് കുറഞ്ഞു എന്നല്ലേ. അപ്പോൾ ഇത് -0.4 അല്ലേ, ഇവിടെ -0.6 എടുക്കാൻ പറ്റില്ല, പ്ലസ് എടുക്കണ്ടേ. മുകളിലൊരു ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് 1 × 0.6 പ്ലസ് താഴത്തെ ഇലക്ട്രോൺ ഉണ്ട് 6 ഉണ്ട്. അപ്പോൾ 6 × താഴോട്ടല്ലേ കുറഞ്ഞതല്ലേ -0.4 ചെയ്തെന്താ കിട്ടുക? -1.8 കിട്ടുക. ഇവിടെ 2 ഉണ്ടെങ്കിലോ 2 × 0.6 പ്ലസ് 6 6 × -0.4. ഇതിൽ ഏറ്റവും CFSE കൂടുതൽ ആരാന്ന് ചോദിക്കുമ്പോൾ ഇതിലാരാ ഏറ്റവും CFSE കൂടുതൽ? അപ്പോൾ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഈ നെഗറ്റീവ് സൈനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന, സ്റ്റേബിൾ ആക്കുന്ന എനർജി എന്ന, റിലീസ് ചെയ്യുന്ന എനർജി എന്ന. അപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്ത എനർജിയാണെന്ന് സൂചിപ്പിക്കാനാണ് പൊതുവെ നെഗറ്റീവ് സൈൻ കൊടുക്കാറുള്ളത്. നിങ്ങൾ അതിൻ്റെ CFSE കൂടുതൽ ആരാന്ന് ചോദിക്കുമ്പം മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അതിലേറ്റവും ഇതിന് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവൊക്കെ പോസിറ്റീവായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2.4 അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ CFSE കൂടുതൽ ആർക്കുക? ഇയാളാണ്. അപ്പോൾ ഇയാൾ തന്നെ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. കാരണം എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് എന്നാണ് പറയുന്നത്. എനർജി കുറേ റിലീസ് ചെയ്യുമ്പോഴാണ് കുറച്ച് സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ ആവുക. അപ്പം CFSE കൂടുതൽ ഇയാൾക്കാണ്, സ്റ്റെബിലിറ്റിയും കൂടുതൽ ഇയാൾക്കായിരിക്കും. അങ്ങനെ വെച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അപ്പം CFSE കൂടുതൽ ആർക്കാന്ന് ചോദിക്കുമ്പം മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ CFT തുറന്ന് നോക്കിയാൽ തന്നെ ഒന്ന് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റണം. അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗൻഡിലും വീക്ക് ഫീൽഡ് ലിഗൻഡിലും കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റണം. ആ കോൺഫിഗറേഷൻ വെച്ചിട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ CFSE എന്ത് ചെയ്യാൻ പറ്റണം? കണ്ടുപിടിക്കാൻ പറ്റണം. പിന്നെ CFSE ഗ്യാപ്പ് നോക്കിയിട്ട് ആ കളറിൻ്റെ കാര്യങ്ങൾ, ആരാ ലോ വേവ് ലെങ്ത് എടുക്കുക അല്ലെങ്കിൽ ഹൈ എനർജി എടുക്കുക, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഏകദേശം ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എന്തായാലും അറിയിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് ചെയ്യാൻ അത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്ററാണ്, ഏത് ഭാഗമാണോ ഇതേപോലെ ഒരു 20-25 മിനിറ്റിൽ വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഓർഗാനിക് കെമിസ്ട്രി ഒന്നും പറയരുത്. കാരണം ഒരു 20-25 മിനിറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ പറയാം. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ GOC 1 അസിഡിറ്റി എന്ന ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അസിഡിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലാണ്ട് GOC 1 എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ പോരെ.
20-25 മിനിറ്റ് നമുക്ക് GOC കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പെസിഫിക് ടോപ്പിക് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഗാൽവനിക് സെല്ലിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോലൈസിസ് എന്നുള്ള ടോപ്പിക്ക്. അങ്ങനെ അല്ലാണ്ട് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് മൊത്തം കമൻറ്റ് ചെയ്യരുത്. ഇലക്ട്രോലൈസിസ് എന്നുള്ള ആ ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ളൊരു സ്പെസിഫിക് ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പം കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക ഈ ഒരു 20 മിനിറ്റ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നും, പിന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് അടുത്തത് വേണ്ടതും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് നമുക്ക് വേറൊരു വീഡിയോ അടുത്തൊരു സെക്ഷനിൽ കാണാം. അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഇനി തൊട്ട് എത്രത്തോളം പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾ റാങ്ക് വരിക. നല്ലപോലെ അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യുക. വേറെ സെക്ഷനിൽ വേറെ വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.